ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നല്ല ഹാപ്പി അല്ലേ? മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചേ. ചിരിക്കൂ ചിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിക്കും തോറും നമ്മൾ കൂടുതൽ ഹാപ്പിനെസ്സിനെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ 365 ഡേയ്സ് ട്രാൻസ്ഫർമേഷൻ ജേണിയുടെ ഡേ 9 ആണ്. അപ്പോൾ ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ എന്നുള്ളതാണ് ടീച്ചറമ്മ ഈ ഒരു ജേണിക്ക് കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് വീഡിയോ കണ്ട് വീഡിയോയിൽ ടീച്ചറമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മക്കളെ, നിങ്ങൾക്ക് ലൈഫിൽ വലിയ സക്സസ് വേണോ അതോ ചെറിയ കംഫർട്ട് വേണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് രണ്ടും കൂടെ പോസിബിൾ അല്ല. ചെറിയ കംഫർട്ടിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ലോങ് സക്സസ് വേണമെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ നിങ്ങളുടെ ഒരു ശീലമാക്കണം. പലരും വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും, പക്ഷേ ഡിസിപ്ലിനോടുകൂടി ആക്ഷൻ എടുക്കുന്ന എത്ര പേരുണ്ട്? ചില ദിവസങ്ങളിൽ രാവിലെ നമുക്ക് എഴുന്നേറ്റ് അങ്ങ് വർക്ക് ചെയ്യാനുള്ള ഭയങ്കര ആവേശം കയറും. ചില ദിവസങ്ങളിൽ തീരെ മൂടില്ല, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല. നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, ഒരു മടി, അലസത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചറും ഒരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരിടത്ത് ഒരു റണ്ണർ ഉണ്ടായിരുന്നു, ഓട്ടക്കാരൻ. ഈ ഓട്ടക്കാരൻ റേസിൻ്റെ ആ ദിവസം ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാണുമ്പോൾ, ഇദ്ദേഹം ഇങ്ങനെ ഓടി ആ ഫിനിഷിംഗ് ലൈനൊക്കെ കടക്കുമ്പോഴല്ലോ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ക്ലാപ്പ് അടിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോപ്പ് പൊസിഷനിലെത്തുമ്പോൾ ആളുകളൊക്കെ ഭയങ്കര ചിയറപ്പാകും. ആ ഒരു ദിവസം മാത്രം അദ്ദേഹത്തെ കാണുമ്പോൾ ആളുകൾ പറയും, ഹി സോ ലക്കി, അവനെന്തോ ഭാഗ്യമാണ്, ഇത് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ടാലൻ്റ്, ഹീസ് എ ബോൺ ടാലൻറ്റ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അഭിനന്ദിക്കും. പക്ഷേ ആളുകൾ കാണാത്ത മറ്റൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് അലാറം അടിക്കുമ്പോൾ അദ്ദേഹത്തിനും ഒരു ചാമ്പ്യനെ പോലെ ഒന്നുമല്ല ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിനും വരും ഇതുപോലുള്ള മടി, അലസത. ആ അലാറം ഒന്ന് സ്നൂസ് ചെയ്തിട്ട് വീണ്ടും മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാം. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ആകെ ഒരു മൂഡ് ഓഫ് അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം. തളർന്നിരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം തീരുമാനിക്കുന്നു, ഓക്കെ, ഇന്ന് എനിക്കൊരു വിന്നർ മൈൻഡ് സെറ്റ് അല്ല, പക്ഷേ ഞാൻ ചാടി എഴുന്നേറ്റേ പറ്റൂ. എൻ്റെ ആ ഒരു ദിവസത്തെ റേസ് വിൻ ചെയ്യണമെങ്കിൽ ഓരോ ദിവസവും ഞാൻ ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മടിയുള്ള ദിവസങ്ങളിലും ലോ എനർജിയുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ആ ഒരു ദിവസത്തെ അദ്ദേഹത്തിന് സക്സസ് കിട്ടുന്നത്. ശരിയല്ലേ മക്കളെ? ടീച്ചർമായി പറഞ്ഞു തന്ന സ്റ്റോറിയിലൂടെ എൻ്റെ മക്കൾക്ക് എന്താ മനസ്സിലായത് അല്ലേ? അപ്പം നമുക്ക് ലോങ് റണ്ണിൽ സക്സസ് കിട്ടണമെങ്കിൽ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡിസിപ്ലിനോടെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ചിന്തിക്കുക, എനിക്കിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. മടിയും അലസതയും ഒക്കെ വരും. എന്തിനാ? മനസ്സ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ ആ ഗോളിലേക്ക് എത്താതിരിക്കാൻ. മറ്റുള്ളവർ നമ്മൾ ഗോളിലേക്ക് എത്താതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സും മറ്റുള്ളവരും ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ചൊരു മണ്ടനെ പോലെ നമ്മുടെ ഗോളിനെ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് ലോ എനർജി വരും, ഒന്ന് ഔട്ട് ഓഫ് ട്രാക്ക് ആയിപ്പോൾ അതൊക്കെ ഓക്കെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, റോബോട്ടല്ല. ഒരു ഇമോഷനും ഇല്ലാതിരിക്കാൻ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുണ്ട്. റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കും മടിയും അലസതയൊക്കെ വരും. ഒരു ദിവസം 16 മണിക്കൂർ പ്ലേ ഗ്രൗണ്ടിലും ജിമ്മിലും ഒക്കെ പോയി കിടന്ന് കസർത്ത് ചെയ്യാൻ അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും ഇങ്ങനെ ഹൈ എനർജി ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഹി പുഷ് ഹിംസെൽഫ്. അദ്ദേഹത്തെ തന്നെ പുഷ് ചെയ്യും. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു ബി സെവൻത്, ഐ ഡോണ്ട് വോണ്ട് ടു ബി സെക്കൻഡ്, ഐ ആം നമ്പർ 1. ചിലർക്ക് ഇതിൽ തർക്കം ഉണ്ടാവും, റൊണാൾഡോ അല്ല മെസ്സിയാണ് ബെസ്റ്റ് എന്നൊക്കെ പറയും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഐ ആം ദ ബെസ്റ്റ്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോളർ ഞാനാണ് എന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എപ്പോഴും അത് തന്നെ നിരന്തരം ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം അതിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ നിരന്തര ചിന്ത എന്താണ്? ഞാനൊരു പരാജിതനാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണെങ്കിൽ യെസ് മക്കളെ, അതേ പറ്റൂ. ടീച്ചറമ്മ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ഡിസിപ്ലിൻ ചലഞ്ചാണ്. ഈ 15 മിനിറ്റ്സ് ഡിസിപ്ലിൻ ചലഞ്ചിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ
15 മിനിറ്റ് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. മൊബൈൽ ഫോണൊക്കെ സൈലൻ്റ് ആക്കി ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് മ്യൂസിക് വേണ്ട, റീൽസ് കണ്ട, വേറെ ഒരു കാര്യങ്ങൾ വേണ്ട, എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 15 മിനിറ്റ് മൾട്ടി ടാസ്കിങ് വേണ്ട, ഒരൊറ്റ സിംഗിൾ ആക്ടിവിറ്റി 15 മിനിറ്റ് ഒരൊറ്റ ആക്ടിവിറ്റിയിലേക്ക് നിങ്ങളുടെ ഫോക്കസിനെ കൊണ്ടുവരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് നല്ലൊരു പുസ്തകം വായിക്കാം. ഇതിലെല്ലാവരും റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണോ? എത്ര ദിവസമായി പുസ്തകം വായിക്കണം എന്നൊക്കെ പറഞ്ഞ് അലമാരിയിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. വായിക്കാറുണ്ടോ? ബുക്ക് വായിക്കാറുള്ളവർ യെസ് എന്നിടുക കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ലീഡേഴ്സൊക്കെ വളരെ നല്ല റീഡേഴ്സാണ്, നമ്മൾ മറന്നു പോരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജേർണലിങ് ചെയ്യാൻ പറ്റും 15 മിനിറ്റ്, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ പറ്റും, ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി 15 മിനിറ്റ് ഫോക്കസ് പോവാതെ ബാക്കി ഒരു കാര്യത്തിലോട്ട് മനസ്സ് പോകാതെ അതിനകത്ത് മാത്രം ഏകാഗ്രമായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ മെല്ലെ മെല്ലെ ഫോക്കസിലേക്ക് കൊണ്ടുവന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിസിപ്ലിനോടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉറപ്പാണ്. നിങ്ങളൊന്ന് നമ്മുടെ ഡേ 1 മുതലുള്ള വീഡിയോസ് എടുത്ത് നോക്കി. ഡേ 1 ഭയങ്കര ആവേശം പൂണ്ട് വന്നവർ ഈ ഡേ 8 വരെയുള്ള എല്ലാ വീഡിയോസും കണ്ടോ? പതുക്കെ എവിടേക്കോ ആവേശം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? അങ്ങനെയാണ് മനുഷ്യർ. മനസ്സ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ പുറകോട്ട് പിടിച്ചു വരയ്ക്കും. ഇന്നിപ്പോൾ രാവിലെ വേറെ ഒത്തിരി തിരക്കുണ്ട്, ഇന്നിപ്പോൾ ടീച്ചറമ്മയുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാം, ടീച്ചറമ്മ പറയും ഒരു മോർണിംഗ് കോഫി ടീ ആയിട്ടൊക്കെ വന്നിരിക്കാൻ, ഇന്നിപ്പോൾ ഒരു ദിവസം ഒന്ന് മുടക്കിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പുറകോട്ട് വലിക്കും. നിങ്ങൾ മനസ്സ് പുറകോട്ട് വലിക്കുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരുന്നാൽ മക്കളെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ലൈഫിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എങ്ങും എത്താൻ പറ്റാത്ത നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ, പരിചയക്കാർ, ബന്ധുക്കളൊക്കെ കാണും. അവർക്കൊക്കെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഈ മോർണിംഗ് മോട്ടിവേഷൻ വീഡിയോ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ട്രാൻസ്ഫോം ആക്കുന്നത്, അല്ലേ? അപ്പോൾ അവർ അതിന് നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ലൈഫിൽ വരുന്ന മാറ്റത്തിന് ആ അനുഗ്രഹം നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നന്മ പ്രവൃത്തി, ഇതുപോലെയുള്ള നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരെ കാണട്ടെ. ഒരുപാട് പേര് ഇതുപോലെ മടിയും അലസതയൊക്കെ കൊണ്ട് ജീവിതത്തിലെങ്ങും എത്താൻ പറ്റാതെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ടീച്ചറമ്മ എല്ലാ ദിവസവും ഇത്രയും തിരക്കുകൾക്ക് ഇടയിൽ പോലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് എൻ്റെ മക്കൾ, എൻ്റെ സുന്ദരിക്കുട്ടികൾ, അതുപോലെ എൻ്റെ സുന്ദരക്കുട്ടപ്പന്മാർ, എൻ്റെ മക്കൾ, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ വേണ്ട, എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ട, ഒരു ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറയാറില്ലേ ടീച്ചർമ്മയുടെ ചിരി സൂപ്പറാണെന്ന്? അതുപോലെ നിങ്ങൾ നല്ല പുഞ്ചിരിക്കുക, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ദിവസം ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയാറില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ രാത്രി ഉറങ്ങുന്നതിന് വരെ മാക്സിമം ടൈം എൻഗേജ്ഡ് ആണ്. കാര്യം എനിക്ക് എൻ്റെ ക്ലാസ്സുകൾ, എൻ്റെ വീഡിയോ ഷൂട്ടിങ്, അതുപോലെ എൻ്റെ വായന, എൻ്റെ ബിസിനസ്. അതുകൊണ്ടെന്താ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാനോ അതിലോട്ട് പോകാനോ ഒന്നും സമയമില്ല. നിങ്ങളുടെ സമയം വാല്യുബിളാണ്. അതിനെ വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം കൊടുത്ത് ഡിസിപ്ലിനോടെ എൻ്റെ മക്കൾ വർക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ടീച്ചർമ്മ വരുന്നിടം വരെ എൻ്റെ മക്കൾ എപ്പോഴും ചിരിക്കുക, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണേ മക്കളെ. അതുപോലെ ഇന്നലെ തന്ന സൺറൈസ് വാക്കൊക്കെ എല്ലാവരും ചെയ്തവരൊക്കെ സൺറൈസ് വാക്ക് ഡൺ എന്നുള്ളത് കമൻറ്റിൽ ഇടാൻ മറക്കല്ലേ. അതുപോലെ ഇന്നത്തെ 15 മിനിറ്റ്സ് ഡിസിപ്ലിൻ എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ട് ടീച്ചർമ്മ 15 മിനിറ്റ്സ് ഡിസിപ്ലിൻ ചലഞ്ച് ചെയ്തു എന്ന് കമൻറ്റിലിടണം. നിങ്ങൾ ഈ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്ത ദിവസം പുതിയ പുതിയ ആക്ടിവിറ്റീസ് തരാനും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനും ഒക്കെ എനിക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? നാളത്തെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, ബ്ലെസ്സിങ്സ്.